എന്ത് പറഞ്ഞാലും ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ വന്നേ പറ്റുള്ളൂ. അതെ അതെ. പക്ഷെ അത് ആർക്കായിരിക്കാം ഇപ്പൊ CPM-ൽ സാധ്യതയുള്ളത്? അല്ലല്ല, അതെന്താ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ സാധനം വിട്ടുകൊടുക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾക്ക് അതില്ല എങ്കിൽ അയാൾ ആരായിട്ടാണ് കേരള പോലീസ് നിൽക്കുക? അയാൾക്ക് ഈ പറയുന്ന പോലീസിന്റെ അകമ്പടി വേണം. പോലീസിന്റെ അകമ്പടി ഒന്നും പ്രതിപക്ഷ നേതാവായി കിട്ടൂല, അത് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും ഇത്തരം ഒരു പദവി ഇല്ല എങ്കിൽ അയാൾ എന്തിന്റെ ആളായിട്ട് നിൽക്കുക? അയാൾ ജനകീയ നേതാവാണ്. അയാൾ ഏത് പാർട്ടി നേതാവാണ് അയാൾ? പക്ഷെ ഇപ്പൊ ഇവർ തീരുമാനിക്കാന്ന് ഇതെല്ലാം പിന്നെ പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന്. ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിയാന്ന്. അയാൾക്ക് ഇതില്ല എങ്കിൽ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആവർത്തി ഓർത്താൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ് ശരിക്കും, പ്രവൃത്തി എന്താണ് ശരിക്കും? അയാൾ അഖിലേന്ത്യാ പൊളിറ്റിക്സിന്റെ ഭാഗമായി ആന്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇയാൾക്ക് സാധ്യമാകുമോ? അയാൾക്ക് കഴിയില്ല, പറ്റില്ല അയാൾക്ക്. അങ്ങനെയാണ് എങ്കിൽ അയാൾ അപ്പോ RSS ഇവരെ പൂട്ടു ഇയാളെ. പക്ഷെ അപ്പൊ ഇയാൾ പൂട്ടും. ഇവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലാണ്ട് മറ്റൊരു പേര് അവിടെ ഉയർന്നു വരാണ്ടിരിക്കുമ്പോ തന്നെ കഴിഞ്ഞ ദിവസം ഉല്ലേഖ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാട്യം ഗോപാലന്റെ മകൻ ഉല്ലേഖ്, അദ്ദേഹം ഒരു മാഗസിനില്, ഇംഗ്ലീഷ് മാഗസിനിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തില് ക്യാൻസർ സർവൈവർ ആണ് പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ട്. അത് CPM ഹാൻഡിലിൽ നിന്ന് തന്നെ ഒരാള് ക്യാൻസർ സർവൈവർ, ഇത്രയും നാളും അദ്ദേഹത്തിന് അസുഖമായിരുന്നു, അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. മയോ ക്ലിനിക്കിൽ ഒബിയസ്ലി നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്കാണ് പോകുന്നത്. പക്ഷെ അപ്പൊ പോലും ക്യാൻസർ ആണ് എന്നുള്ളത് ഒരിടത്തും ഒരു ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടില്ല. ഇപ്പൊ CPM ഹാൻഡിലിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു അറിയിപ്പ്, അല്ലെങ്കിൽ അതിന് നമുക്ക് ഔദ്യോഗികമായിട്ട് തന്നെ കാണാവുന്ന രീതിയിൽ ഉല്ലേഖനെ പോലെ ഒരാൾ ഇങ്ങനത്തെ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോ അതിന്റെ അർത്ഥം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന് നാണം കെടാൻ കഴിയില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്കോ എന്തിനെങ്കിലും ഒരുങ്ങുന്നതിന്റെ ഒരു മുന്നോടി അത് വേണം പറയുന്നത് കറക്റ്റ്. പക്ഷെ അതിനകത്തൊരു സാധ്യത വേറൊന്നുണ്ട് അയാൾക്ക്. ഈ പ്രതിപക്ഷ നേതാവായിരിക്കും ഇയാൾക്ക്. എന്താ ഇയാള് ഒരു ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞാൽ ഇയാളുടെ കാലം അവസാനിച്ചു എന്നും കൂടി NP ഉല്ലേഖ് പറയുകയാണ്. എന്തായാലും NP ഉല്ലേഖിന് ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പാട്യം ഗോപാലേട്ടനെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. വളരെ നന്നായിട്ട് അറിയുന്നതാണ്. എന്റെ വീടുമായി വളരെ അടുത്ത് വ്യക്തിപരമായ ബന്ധമുള്ള ഒരു വളരെ ഗംഭീരനായിരിക്കുന്ന മനുഷ്യനുമാണ് ഈ പറയുന്ന പാട്യം ഗോപാലേട്ടൻ. അപ്പൊ അദ്ദേഹം ഈ ഉല്ലേഖി അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷെഡിനെ കുറിച്ച് കണ്ണൂരിന്റെ ഒരു സാധനം എഴുതിയിരിക്കുന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് മൂപ്പറ്. ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഇയാള് ക്യാൻസർ അതിജീവിതം എന്ന് പറയുമ്പോ അതിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ട് പീരീഡ് ഉണ്ട്. അതിനപ്പുറം നിങ്ങൾക്ക് പോവുക സാധ്യമല്ല. അപ്പൊ ആ ഒരു പീരീഡ് വരെ നിങ്ങളത് വേണം, നിങ്ങൾ ഇയാൾ സഹിക്കണമെന്ന് പറയാവുന്ന ഒരു അപ്പീസ്മെന്റ് അതിനകത്തുണ്ട്, ആ സംഭവത്തിനകത്ത്. ഇത് ആര് പറഞ്ഞ് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. അല്ല, ഇതുവരേക്കും ഒരിടത്തും അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് വാള് മാത്രമാണ് ഈ സാധനം, വേറൊന്നുമല്ല. അപ്പൊ ആ ഡബിൾ എഡ്ജ്ഡ് വാളിനകത്ത് വരുന്ന കുഴപ്പം എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ മേലെ പബ്ലിക്കിന്റെ മുകളിൽ ഒരു പബ്ലിക്കും ഇയാൾക്ക് സഹാനുഭൂതി കൊടുക്കൂല. കാരണം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നിട്ടില്ല. രമയുടെ നിലവിളിയുണ്ട്, മകൻ അഭിനന്ദിന്റെ നിലവിളിയുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് കുട്ടികളുടെയും അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെ നിലവിളി, ഇതിനെല്ലാം കാരണഭൂതനുമാണ് ഇവൻ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കരുണയും അർഹിക്കുന്ന ഒരാളല്ല ഇയാൾ. ഒരു തരത്തിലുള്ള കരുണയും ഇയാൾ അർഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ എന്താ പറയാലും ഏത് തരത്തിൽ എത്ര ഭീകരമായി ഇയാൾ മരിച്ചുപോയാൽ പോലും അതിന്റെ മുകളില് ഒരാൾ പോലും ഒരാൾ പോലും അയാൾക്ക് വേണ്ടി കരയാനുണ്ടാവില്ല. ഇങ്ങനെ കരയാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥ പൊതുജനത്തെ കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരാൾക്ക് പ്രതിപക്ഷ നേതാവ്, അതാണ് ഞാൻ തുടക്കത്തിൽ കൂടി ഞാൻ പറഞ്ഞത്, ഒരാൾ പ്രതിപക്ഷ നേതാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമികമായ അർത്ഥം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള ആളെന്നാണ്. ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള ആൾക്ക് മാത്രമേ പ്രതിപക്ഷ നേതാവാൻ കഴിയുള്ളൂ. കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി ഏറ്റവും ഉജ്ജ്വലമായി പെർഫോം ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനും കഴിഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി എല്ലാത്തവരും ഒറ്റയാളി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല. അങ്ങനെ ആവാനുള്ള സ്പേസ് നിർമ്മിക്കപ്പെട്ടത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. വിജയന് ഒരിക്കലും തന്നെ എന്തില്ലാതെ പ്രതിപക്ഷ നേതാവായി കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ അഡ്രസ് ചെയ്യാൻ വിജയന് സാധ്യമല്ല. സാധ്യമാണെങ്കിൽ ആശാവർക്കറുമാണ് സമരത്തിനകത്ത് അയാൾ കരയണമായിരുന്നു. അയാൾ കരഞ്ഞു. പകരം എന്താണ്
ചർച്ചയില്ലെന്നാണ് പറഞ്ഞത്. അതിന് പറ്റിയിരിക്കുന്ന ആളെയാണ് അതിന്റെ വകുപ്പുണ്ടായിരിക്കുന്ന അവർ ആറന്മുളയിൽ നിന്നുണ്ടാക്കി ഇപ്പൊ തൂഫാൻ അടിച്ചിരിക്കുന്ന പിന്നെ വീണ ജോർജ്. നിങ്ങൾ ഓരോ ഇൻസിഡന്റ് എടുത്തു. അത്തരത്തിലുള്ള ഒരു തരത്തിൽ പോലും അയാളെ എന്താ പറയാ മനസ്സൊന്ന് ശംഖ് പടക്കാത്തൊരു മനുഷ്യൻ, അവനെ ഇവർ വിളിച്ച ബഹുമതി എന്ന ഇരട്ടച്ചങ്കൻ അതല്ലേ വിളിച്ചത്. ഈ ഇരട്ടച്ചങ്കൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് എന്തുണ്ടായിരിക്കണം? നിങ്ങൾക്കൊരു പ്രതിപക്ഷ മനസ്സുണ്ടായിരിക്കണം, ജനാധിപത്യ ബോധം ഉണ്ടായിരിക്കണം. ജനാധിപത്യ ബോധമില്ലാത്ത ഒരാൾക്ക് പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ഒരു സാധ്യതയും ഒരിക്കൽ പോലും അവർക്ക് പിന്നെ തരില്ല. ജനാധിപത്യ ബോധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതൊരു തോൽവിയിലും വി എസ് തോറ്റ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പോലും അന്നത്തെ രാത്രി തന്നെ ആ തോൽവി, വലിയൊരു തോൽവി LDF വന്ന വർഷങ്ങൾക്ക് മുന്നിലത്തെ ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാത്രി തന്നെ ഒരു മുറിക്കയ്യൻ വിനയനും ഇട്ടിട്ട് പത്രക്കാരുടെ മുന്നിൽ വന്നൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മപരിശോധന നടത്തി നമ്മൾ തിരിച്ചു വരുന്ന അണികൾക്ക് ഉറപ്പ് കൊടുത്തൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതുപോലൊരു തോൽവി ഏറ്റുവാങ്ങിയിട്ട് അണികൾക്കൊരു ഉറപ്പോ ബലോ കൊടുക്കാൻ പോലും പത്രക്കാരെ കാണാണ്ട് മാളത്തിൽ ഒളിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അല്ല, ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ ദുരൂഹമാണ്. സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന സ്വന്തം കാര്യങ്ങൾ, അതിനകത്ത് തന്റെയും തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താനുമായി പാർശ്വത്യം അല്ലാതെ പബ്ലിക്കിന്റേതെയോ പാർട്ടിയുടേതോ ആയ ഒരു വിഷയത്തെയും അയാൾ ഇന്നേ വരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും അയാൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുകയുമില്ല. ഇതുകൊണ്ടാണ് ഇയാൾ ഏറ്റവും വലിയ പാർട്ടിയെ നശിപ്പിച്ച ഒരു നരപ്പിശാചാണ് ഇയാളെന്ന് പറയേണ്ടി വരുന്നത്. വേറൊന്നുമല്ല, അയാൾക്ക് അതൊരു പാർട്ടി എന്താണ്, അയാൾക്ക് പാർട്ടി ഭരണഘടന അയാൾക്ക് അറിയില്ല, ശരിക്കും പാർട്ടി പരിപാടി ആ മനുഷ്യനെ അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തോട് ഇന്റർവ്യൂ വെച്ചിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ അത്യാവശ്യം ഒന്ന് പാർട്ടി പരിപാടിയും വച്ച് അദ്ദേഹത്തോട് ഒരു അരമണിക്കൂർ നിങ്ങൾ വർത്താനം പറഞ്ഞു നോക്കും. ഒരു ഇന്റർവ്യൂ ആൾ തരുമെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾക്ക്. കാരണം അയാൾക്ക് ആകെ അറിയാവുന്ന പറഞ്ഞാൽ ഭരിക്കാൻ മാത്രമേ അറിയുള്ളൂ, പേടിപ്പിക്കാനും അറിയാം. ഇതല്ല ഭരണമെന്ന സംഭവം. ഭരണമെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങളാണ് സാധനം ഭരണം എന്ന് പറയുന്നത്. ഇതിപ്പോ ഈ കേരളത്തിനകത്ത് IAS ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പുറത്തു വന്നിരിക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ. ഒന്ന് പിന്നെ ഒരു മിസ്റ്റർ പ്രശാന്ത്, മറ്റൊന്ന് മിസ്റ്റർ അശോക് കുമാർ. ഈ രണ്ടാളുകളും പറയുമ്പോൾ നമ്മൾ നാണിച്ചു പോകില്ലേ നമ്മള്, അല്ലേ? കേരളത്തിലെ 150 കോടി ഉറുപ്പിക വ്യക്തിപരമായ കാര്യത്തിനായി കേരളത്തിലെ ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ഗൗരവതരമായ ആരോപണമാണ് ഈ യൂസഫിനെതിരെ വന്നത്, അല്ലേ? ശരിക്കും ഇയാൾ എന്ത് ചെയ്യണം? ഇയാളെ വരുന്ന സർക്കാർ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയാതെ, ഈ വരുന്ന സർക്കാരിന്റെ മുന്നിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ ഇവര് നടത്തിയിരിക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. നമ്മളിപ്പോ KSRTC ഉണ്ടായിരിക്കുന്ന സൗജന്യ യാത്ര, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ, 1000 രൂപ വീതം പെൺകുട്ടി കൊടുക്കാതെ, ഇതിന് ഖജനാവിൽ പണം വേണ്ടേ? അപ്പൊ ഇതിന് പണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വളരെ കർശനവും ശക്തവുമായിരിക്കുന്ന മെഷേഴ്സ് ഇവരെടുക്കണം. ഈ മെഷേഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ എന്താ പറയാ, പൊതുവിൽ ഒരു സാമൂഹ്യമായ വിഷയത്തിന്റെ വിഷയം, അതിനേക്കാൾ ഉപരിയായി വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ ഗൗരവതരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒന്നെന്താ പറഞ്ഞാല്, കേരളത്തിൽ നിന്ന് പിന്നെ പഠിക്കാൻ പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയിരിക്കുന്ന ഒരുപാട് കുട്ടികൾ, വായ്പ എടുത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുട്ടികൾ. ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുട്ടികളുടെ വിഷയത്തെ ഈ സർക്കാർ വളരെ ഗൗരവതരമായി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർക്ക് ഈ പണം തിരിച്ചടക്കേണ്ടതുണ്ട്. തിരിച്ചടക്കുമ്പോ അതായത് വാങ്ങിയിരിക്കുന്ന സമയം തൊട്ട് നിങ്ങളെ പലിശ എടുക്കുന്നില്ല. പക്ഷെ ജോലി കിട്ടുമ്പോഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാല് ഈ പലിശ ഈ പലിശ ഭീകരമായ പണമായിട്ട് പലിശയായിട്ട് മാറുകയാണ്. ഈ പലിശയെ വാസ്തവത്തിൽ ഈ സർക്കാർ അഡ്രസ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. കേരളീയ പൊതുസമൂഹത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്. അതായത് 1000 രൂപ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഗൗരവമേറിയിരിക്കുന്ന വിഷയമാണ്. എന്തായാലും കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ കുറിച്ചും അതിന്റെ വിഷയത്തെക്കുറിച്ചും വളരെ കൃത്യമായിരിക്കുന്ന അവഗാഹമുള്ള ഒരാൾ, ഞാനത് ഒരു നിർദ്ദേശം എന്നുള്ളതിൽ കൂടി ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. സാധനം ആ സംഭവത്തെ വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാന്ന് പറഞ്ഞാല് ഭൂമി പ്രശ്നം. ഈ ആദിവാസി, ദളിത്, പിന്നോക്കാവസ്ഥയിലുള്ളവർ മുഴുവൻ ഇപ്പോഴും പുറന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇവർക്ക് അതായത് കേരളത്തിൽ അയക്കുന്ന ഭൂമി ഒരുപാട് പിടിച്ചു. അതാണ് VS അച്യുതാനന്ദൻ ചെയ്തിരിക്കുന്ന വലിയൊരു ഓപ്പറേഷൻ ഉണ്ടല്ലോ. ഈ പറയുന്ന രീതിയിൽ ഭൂമിയെ വളരെ കൃത്യമായിട്ട് എടുക്കണം. ഈ ഭൂമി എടുക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഞാനത് നിർദ്ദേശം വെക്കുകയാണ് മാഡത്തിന്റെ മുമ്പിൽ ഈ ചാനലിലൂടെ. എന്താ സംഭവം എന്നറിയാം?
ഈ ഭൂമി കണ്ടെത്തുന്നതിന് ഒരു കമ്മിറ്റിയെ വെക്കണം, ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കണം. ആ കമ്മിറ്റിക്കകത്ത് കേരളത്തിൽ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന ഒരു 3 ആളെ പേര് ഞാൻ പറയാം. ഒന്ന് സാക്ഷാൽ ബഹുമാനായിരിക്കുന്ന VM സുധീരൻ സാർ, രണ്ടാമത് AK ആന്റണി, മൂന്നാമത് കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്രയോ തവണ ഇവിടുന്ന് MLA ആയി ജയിച്ചു പോയി ഇവിടെ ചോമ്പാല താമസിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ. ഈ 3 പേരെ വെക്കുന്ന ഈ സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയെ വെക്കുക. കേരളത്തിനകത്തെ ഇതുപോലെ ഭൂമി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന, ഭൂമി ഇല്ലാതിരിക്കുന്ന മനുഷ്യർക്ക് ഭൂമി കണ്ടെത്താനുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. ഇവരെന്ത് ചെയ്യണം ശരിക്ക്? ഇവര് ഓരോ പ്രദേശത്തിനകത്തും വളരെ കൃത്യമായിട്ട് ബഹുജനങ്ങളുടെ കമ്മിറ്റിയാണ്, അതായത് വോൾ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വെക്കുക. ഈ കമ്മിറ്റി എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആളുകൾക്ക് എത്ര ആൾക്കാണ് ഭൂമി ഇല്ലാത്തത്, എത്ര ആൾക്കാണ് വീട് വേണ്ടതിനെ കുറിച്ച് അഭിപ്രായം കൊടുക്കണം. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ അതേ കൊടുക്കേണ്ടവരെ ആരടുത്തുമല്ല. ഈ കമ്മിറ്റി കൊടുക്കുന്നതിലൂടെ എന്താവും അറിയോ? കമ്മിറ്റി കൊടുത്തിട്ട് നിങ്ങളാണ് വീട് വെക്കുകയാണെങ്കിൽ ആ വീടിന് ഞാൻ പറയുന്ന ഒരു പേര് ഞാൻ പറയാം. ആ വീട്ടിന് കൊടുക്കുന്ന, അങ്ങനെ ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന പേര് M കുഞ്ഞാമൻ, മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ ചെയ്തിരിക്കുന്ന M കുഞ്ഞാമൻ സാറല്ലേ? M കുഞ്ഞാമൻ. അതായത് പട്ടിയുടെ കൂടെ അലഞ്ഞു കിടക്കുന്ന പട്ടിയുടെ കൂടെ എച്ചിലിറക്കുന്നതിന്റെ അക്ഷരത്തിന് വേണ്ടി സമരം ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനാണത്. പറയുമ്പോൾ എന്നെ തൊണ്ട ഉറക്കും ശരിക്കും. തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. ഈ പറയുന്ന കുഞ്ഞാമൻ സാറിന് പേര് കൊടുക്കണത്, അങ്ങനെ വരുന്ന ഒരു വീടുണ്ടാക്കുന്ന സമുച്ചയത്തിന് ഡോക്ടർ M കുഞ്ഞാമന്റെ പേര് കൊടുക്കണത്. അതിന് കൊടുക്കാവുന്ന പേരാണ് MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ. ഇങ്ങനെ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രഗത്ഭരുമായിരിക്കുന്ന, മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്ന, മനുഷ്യരെന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നവരുടെ പേര് കൊടുക്കണം. പട്ടിയോട് സമരം ചെയ്ത് ചോറ് തിന്നിരിക്കുന്ന മനുഷ്യനായിരുന്നു ഈ കേരളത്തിലെ M കുഞ്ഞാമൻ. എത്ര ആളുകൾക്കറിയാം, മേഡം, എത്ര ആൾക്കറിയാം? എനിക്ക് ഈ മനുഷ്യനെ നേരിട്ട് അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്ക് നേരിട്ട് അറിയാം ഈ മനുഷ്യനെ. വളരെ നല്ലൊരു നിർദ്ദേശം തന്നെയാണ് അത്. ഉറപ്പായിട്ടും പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോ ഈ ഒരു നിർദ്ദേശം ഉറപ്പായിട്ടും മുന്നിലേക്ക് വെക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഗൗരവമേറിയിരിക്കുന്ന വിഷയങ്ങൾ കൂടി ഈ UDF സർക്കാർ അത് പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ എന്താന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, നമ്മുടെ ഈ പരമ്പരാഗതമായ രീതിയിൽ കുറെ ക്ലീശേ സാധനങ്ങൾക്കെല്ലാം അപ്പുറത്ത് പോകുന്ന ഒരു വലിയ മാനുഷികമായ സംഭവങ്ങളുണ്ട് ശരിക്കും. അത് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കും VD സതീശൻ എന്നാണ് അദ്ദേഹത്തിന് ഇതുവരെ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, വിഷ്വൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ അപ്രോച്ചുകളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അതിനകത്ത് സിൻസിറിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും VD സതീശന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ കാണുന്നതും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിലും പറഞ്ഞത്, ഇത് തോറ്റാൽ അത് എന്റെ ഉത്തരവാദിത്തമാണ് തോൽവിയുടെ, പക്ഷെ ജയിച്ചത് പ്രസ്ഥാനത്തിന്റെ വിജയമാണെന്ന്. ഇവിടെയാണ് മേഡം ഞാൻ പറയാം, ഇവിടെയാണ് ശരിക്കും ദൈവത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഈ RSSകാരും BJPക്കാരും പടായി വിടും. ദൈവത്തിന് ഭൂമി ഇല്ല. ദൈവത്തിന് എവിടെയാണ് ഭൂമി ഉള്ളത്? ദൈവത്തിന്റെ ഭൂമി, ബ്രഹ്മസ്വത്തിന്റെ ഭൂമി ഉണ്ടെന്ന് ഹിയറാർക്കിക്കലായി മതപരമായി ഉണ്ടാക്കി വെച്ച സാധനമാണത്. ഭൂമി ആർക്കാണ് ഭൂമി വേണ്ടത്? മനുഷ്യനാണ് ഭൂമി വേണ്ടത്. മനുഷ്യന് ഭൂമിയില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. മനുഷ്യന് ഭൂമിയില്ല. ഇവിടെയാണ് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് അവകാശമുണ്ട്, മനുഷ്യപുത്രന് തലയായിക്കാൻ മണ്ണിലിടമില്ല എന്ന KPSCയുടെ നാടകഗാനത്തിന്റെ ഗാംഭീര്യം വരുന്ന അവിടെയാണ് ശരിക്കും. ഇതിപ്പോഴും സംഘപരിവാറുകാരന് മനസ്സിലായിട്ടില്ല, BJPക്കാരന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും പറയുന്ന സാധനം എന്താണെന്നറിയോ? ദൈവത്തിന്റെ ഭൂമി. ഏത് ദൈവത്തിന്റെ ഭൂമിയാണ്? ഏത് ദൈവത്തിനാ ഭൂമിയുള്ളത്? ഇവിടെ പരശുരാമ മഴുപറിച്ച് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന ബഡായിയോ? ഇതേ ബഡായിയുടെ മേലെയാണ് കേരളത്തിൽ വന്നിരിക്കുന്ന സാധനം. എന്താണ്? ഈ 10 വർഷക്കാലം കൊണ്ട് വിജയനാണ് ഈ കേരളം നിർമ്മിച്ചത് എന്നാണ് വെറും സാധനം ഉണ്ടാക്കിയത്. അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാരഡോക്സിക്കലായ സംഭവമാണ് ഈ സാധനം. ഏറ്റവും വലിയ പാരഡോക്സിക്കൽ സംഭവമായത്. ഇങ്ങനെ വരാൻ അസംബന്ധ നിർമ്മിതികൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതെന്നുള്ളതാണ്, മാർക്കറ്റ് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം മാർക്കറ്റുകളൊന്നും അല്ല. മനുഷ്യനെന്താണ്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഈ മനുഷ്യന്റെ ജീവിതവും സമരവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന സമരം. പക്ഷേ കാലവും ചരിത്രത്തിലെയും ഭാഗമായി ഈ വിജയനും കമ്പനിയും ചെയ്തത് ഇതെല്ലാം തന്നെ ഒഴിവാക്കുകയും അവസാനം എന്തായി തീർന്നു? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാവളർന്നില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ഇത് വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ പറയാണ്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ചും പറയാണ്, വിജയൻ മാറണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന
സഖാവ് പി സന്തോഷ് കുമാർ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു, മാറണമെന്ന്. അതെ പറ്റില്ല എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ തെറ്റ് തിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ഈ സാധനം. അടയാളമാണ്, തീർച്ചയായിട്ടും ചിഹ്നമാണ് ഈ സാധനം. പക്ഷെ അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഏതാണെന്നറിയോ? സി പി ഐക്ക് 8 സീറ്റാണ് പിന്നെ കേരളത്തിലെ നിയമസഭക്കകത്തുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റുണ്ട്. 7 സീറ്റുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ ഇതിന്റെ ഒരു വൈചിത്ര്യം നിങ്ങൾ ആലോചിച്ച് നോക്കേ. തീർച്ചയായിട്ടും സാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര ഒരു ദുരന്തം ഉണ്ടാക്കി തീർന്നു ആരാണെന്ന് പറയാൻ ഈ കാലമാടനായിരിക്കുന്ന വിജയന്റെ രാഷ്ട്രീയം. ഇവിടെയാണ് PMC പദ്ധതി, PMCയുടെ വിഷയമില്ലേ? അതെ PMC. ഈ PMC പദ്ധതിക്കകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിച്ചാണ് വിജയൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാറിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിനും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വിധേയമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിജയൻ ഇങ്ങനെ കയറൂരി വിജയന് വിജയന്റെ സർവ്വ തെമ്മാടിത്തങ്ങളും നടത്താനുള്ള അവകാശം ഇവൻ നേടിയെടുത്തത്. ഈ നേടിയെടുത്തതിനെതിരെ പൊതുജനം തീരുമാനിച്ചപ്പോൾ എന്തായി തീർന്നു? വിജയൻ പുറത്താണ്. നാളെ BJP-ക്കാരും നാളെ RSS-കാരും കിട്ടാൻ കേരളം കൊടുക്കുന്ന കൂലിയുടെ ഭാഗവും കൂടിയാണ് ഈ സാധനമെന്നാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മേഡം. തീർച്ചയായിട്ടും. ഇപ്പോ സാറ് ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു വാചകം കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം, UDF സർക്കാരിന് മുന്നിലേക്ക്, ഇനി വരാൻ പോകുന്ന UDF സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് UDF സർക്കാർ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്രയും ഒരു 10 വർഷം കൊണ്ട് LDF സർക്കാർ എന്ന് പറയാനുള്ള കാര്യം മാറ്റിയിട്ട് പിണറായി സർക്കാർ എന്ന് പറയിപ്പിച്ചെടുത്തേക്ക് ചുരുങ്ങിപ്പോയി എടുത്തു നിന്നും UDF സർക്കാർ എന്ന് പറയാൻ പറ്റുന്നത് UDF-കാരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, തീർച്ചയായും ഇല്ലാതെ പോയൊരു ഭാഗ്യാണത്. തീർച്ചയായും അതിനകത്ത് ജനാധിപത്യം ഉണ്ടത്. അതെ, കൃത്യമായിട്ടും അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങി പോയതിന്റെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും എന്തുകൊണ്ടോ ന്യായീകരണ കമ്മികൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അതിപ്പോഴും എന്താ പറഞ്ഞാല് ഗോവിന്ദന് പോലും പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യവും കിട്ടുന്നില്ല എന്നതാണ് അതിന്റെ വിചിത്രത. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അവസാനത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബി അശോകിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതിലും അദ്ദേഹം പറയുന്നുണ്ട്, മോഹൻലാലുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ അവസാന സമയത്ത് ഒരു വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന് ചെലവായത് 10 കോടിയിലധികം രൂപയാണെന്ന് അദ്ദേഹം പറയുന്നത്. 10 കോടി നടത്തിയൊക്കെ ഒരാളെ വെളുപ്പിക്കാനായിട്ട് ഇത്രയും ഇദ്ദേഹം തന്നെയാണ് 150 കോടി രൂപയിൽ പരമാണ് ഇദ്ദേഹത്തിന് വേണ്ടി 10 വർഷക്കാലം കൊണ്ട് ചെലവാക്കി, പേഴ്സണൽ ആവശ്യത്തിന് ചെലവാക്കിയത്. അതെ 150 crores. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നേ. ഒരു ചിത്തു എന്നിട്ട് അയാൾ പറയാണ് ഞാൻ ചിത്തൂരാടെ മകനാണ്. ഏത് ചിത്തൂരാടെ മകനോടോ? ഏത് ചിത്തൂരാടെ മകൻ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാൾസ് ശോഭരാജനുണ്ടല്ലോ മാനസികാവസ്ഥയിൽ ഇത്രമാത്രം ക്രിമിനലായ, ഇത്രമാത്രം ധൂർത്തനായ, ഇത്രമാത്രം ലൈംഗികാസക്തിയുടെ, ഇത്രമാത്രം കാമാസക്തനായ, ഇത്രമാത്രം അസംബന്ധമായ ഒരു രോഗാതുരമായ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നാം വാസ്തവത്തിൽ 10 വർഷക്കാലവും 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയപ്പോ ഈ പാർട്ടിയുടെ കൂടെ നിന്നിരിക്കുന്ന ജനം വാസ്തവത്തിൽ ആലോചിക്കേണ്ടത് അതിന്റെ പ്രതിഫലനവും കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ 7ാം റൗണ്ട് വരെ ഈ പിന്നെ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ കുട്ടിയുടെ മുമ്പിൽ ഇയാൾ ആലില പോലെ വിറച്ചുപോയത്. ആ വിറച്ചതിന്റെ ഫലം എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ വിപ്ലവകാരി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ ഇരട്ടച്ചങ്കൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ കാരണഭൂതൻ. അനങ്ങാൻ കഴിഞ്ഞില്ല ഒരക്ഷരം പോലും. ഇപ്പൊ വാ തുറന്നിട്ട് പത്രക്കാരെ പോലും കാണാൻ ധൈര്യമില്ലാതിരിക്കുന്ന ഭീരു, ഈ ഭീരുവിനെയാണ് എന്ത് പറയുന്നറിയാ? വീണ്ടും ഇയാളെ പ്രതിപക്ഷ നേതാവ് തന്നെ വരണം ഇയാള് വന്നിട്ട് കേരളത്തിലെ നിയമസഭക്കകത്ത് കളം നിറഞ്ഞാണ് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന VS അച്യുതാനന്ദൻ. പ്രതിപക്ഷം എന്താണ് എന്ന് ജനാധിപത്യപരമായി ഒരു വിഷയത്തെ ഒരു ഓട്ടോക്രാറ്റിന്റെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണമെന്ന് കേരളത്തെ പഠിപ്പിച്ചിരിക്കുന്ന, പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന VD സതീശൻ, ഈ അതിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ രമേശ് ചെന്നിത്തല, ഈ പറയുന്ന 3 ആളുകളുടെ മുമ്പിൽ ഞാൻ എവിടെയുണ്ടെന്ന് സ്വയം ആലോചിച്ച് നോക്കേണ്ടിരിക്കുന്ന ചരിത്ര സന്ദർഭവും കൂടിയാണ് ഇയാളെ മുമ്പിൽ വന്നിട്ടത്. അവിടെ വാസ്തവത്തിൽ അബ്സല്യൂട്ട്ലി ഫെയിലർ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, തോറ്റിരിക്കുന്ന ഈ മനുഷ്യൻ വീണ്ടും സമ്പൂർണ്ണ പരാജിതനാവാനുള്ള ഒരു നിയോഗം ഇയാളെ സിൽബന്ധികളും കൂടി പാർട്ടിക്ക് വേണ്ടി ഇയാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാർട്ടിയുടെ മുമ്പിൽ ഇതെല്ലാത്തിനും വടിയില്ലാതായി തീരുന്നുവെന്ന ദുരന്തമാണ്. ഈ ദുരന്തം വാസ്തവത്തിൽ ആ പാർട്ടിയെ ഒരിക്കലും തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ആയിരിക്കില്ല എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് മേഡം ഞാൻ നിങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. തീർച്ചയായിട്ടും സാർ. എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് വരുവോ അതോ പാർട്ടിയിൽ നിന്ന് തന്നെ ആജീവനാന്തകാല പെൻഷൻ എടുത്ത് പുറത്തു പോകുവോ? സന്തോഷ് പറഞ്ഞതുപോലെ മാറ്റി നിർത്തി തിരുത്തും തിരിച്ചു വരുമെന്ന് പറയുന്നവര്
പിണറായി വിജയനിൽ നിന്ന് തന്നെ തിരുത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് LDF-ന് ഒരു തിരുത്തൽ സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇല്ല മേഡം, അതൊന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ഐഡിയോളജി ഇല്ലാതായിരിക്കുന്നതാണ്. അതൊരു സംഘപരിവാറിന്റെ ആലയിലേക്ക് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ പാർട്ടി ശരിക്കും അത് വേറൊന്നുമല്ല, സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും രക്ഷപ്പെടുക സാധ്യമല്ല. ഇത് നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് നമ്മൾ പിന്നെയും ഇതിനകത്ത് നോക്കൂ. ഇപ്പൊ ഇതിനകത്ത് ഗോവിന്ദൻ മാറണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും എന്താ പറയാ, അയാളെ ഗ്രാമത്തിനകത്ത് പോലും പോസ്റ്ററും ബോർഡെല്ലാം വന്നു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി അയക്കുന്ന ഈ കാട്രാസ് KK രാജേഷ് മാറണമെന്ന് പറഞ്ഞു. ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഈ സാധനം വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബദൽ വെക്കാൻ ആരുണ്ട്? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് ബദൽ വെക്കാൻ ഒരാള്, ഈ ആൾ ഇല്ലാതായി തീർന്നെങ്കിലാന്നറിയോ? എല്ലാം ഇയാളുടെ ഗൈസ് അല്ലെങ്കിൽ ഇയാളുടെ ബോയ്സ് ആണ്, ഇയാളുടെ സെക്കൻഡ് റൗണ്ട് ലീഡർഷിപ്പ്. ഇതെല്ലാം ഈ വിജയന്റെ ബോയ്സ് ആണ്, എല്ലാം വിജയന്റെ ബോയ്സ് ആണ്. സെൻട്രൽ കമ്മിറ്റി വരെ ഇരിക്കുന്ന വിജയന്റെ ബോയ്സ് ആണ്. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ വിജയന്റെ ബോയ്സ് ആയിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും എന്താ പറയുക, തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാൽ, ഞാനിത് ഇതോടാ പറയുന്നത്. N ചന്ദ്രനായിരുന്നു, പെരളശ്ശേരിക്കാരായിരിക്കുന്ന N ചന്ദ്രനാണ് ഈ കൺട്രോൾ കമ്മീഷന്റെ ചെയർമാൻ. വിജയൻ നോക്കിയാൽ ഇവൻ മൂത്രമൊഴിക്കുമെന്ന് ഞാൻ ചാനലിന്റെ അകത്ത് ഞാൻ പറഞ്ഞാണ്. വിജയൻ നോക്കിയാൽ ഇവൻ മൂത്രമൊഴിക്കും. ഇവനകത്ത് കൺട്രോൾ കമ്മീഷന്റെ ചെയർമാൻ. എന്ത് തീരുമാനങ്ങൾ എടുക്കുക? ഇത് ഇങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ ഷണ്ഡീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഇരുത്തി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഇംഗിതം നടത്താനുള്ള ടൂൾ മാത്രമാണ് നീ എന്നാണ്. അതിലേക്ക് ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ എന്താവണമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലാതാക്കി തീർക്കുന്നതിനുള്ള ഭഗീരഥമായ യത്നം നടത്തി അയാളും അയാളുടെ കുടുംബത്തിന്റെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സംഘടനാരൂപമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചുരുക്കുകയും അതിന് പറ്റിയിരിക്കുന്ന തനി കങ്കാണികളും എരപ്പാളികളുമായിരിക്കുന്ന ആളുകളെ അതിന്റെ പിണിയാളുകളാക്കി അയാൾ മാറ്റി തീർക്കാനും കഴിഞ്ഞു. അതിൽ അയാൾ വിജയിച്ചു എന്നുള്ള കാര്യം വസ്തുതയുമാണ്. ഇതല്ലാതെ വേറെ ഒരു കാര്യവും ഈ കേരള പൊളിറ്റിക്സിനകത്ത് അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേറൊരു വഴി ഇതിനകത്ത് CPIM-ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളം ഇടതുപക്ഷത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. അത് വിജയന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ പോലും നടപ്പാവാത്ത വിഷയമാണ്. അതിനപ്പുറത്തേക്ക് പോകാവുന്ന വലിയ ജനാധിപത്യ ബോധ്യങ്ങളിലേക്ക് ജനാധിപത്യവും ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന കാലത്ത് നിസ്തർക്കമായിരിക്കുന്ന സംഭവമാണ്. കാരണം അത്രമാത്രം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഈ കേരളത്തിനകത്ത് രൂപം കൊള്ളുന്നുണ്ട്. ജനാധിപത്യ ബോധവും വായനയും അറിവും പഠിപ്പുമുള്ള ആളുകൾ, ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാഥാർത്ഥ്യവും അതാണ് തെറ്റാണ് മേഡം എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സർ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ.